പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഈ ഡെറിവേഷൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തിട്ട് വേണം താഴോട്ട് എഴുതിക്കോളൂ. എഴുതാനുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് എഴുതാം. when two parallel plates are connected across a battery connected across a battery, the plates are charged and electric field is established between them. This is known as established between them. adu madi. It can store infinite amount of charge infinite amount of energy only before dielectric breakdown occurs. Dielectric breakdown occurs. അടുത്തത് ഡൈഇലക്ട്രിക് മീഡിയം എന്ന ഹെഡിങ് എഴുതുക. ഇലക്ട്രിക് മീഡിയം എന്ന ഹെഡിങ് എഴുതുക. ഡൈഇലക്ട്രിക് മീഡിയത്തിനകത്ത് ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ദാറ്റ് ക്യാൻ ബി പോളറൈസ്ഡ് by an applied electric field. ഞാൻ പറഞ്ഞു ഡൈഇലക്ട്രിക് മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ്. വളരെ കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ അതുവഴി കടത്തി വിടത്തുള്ളൂ. അപ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡൈഇലക്ട്രിക് മീഡിയത്തിനുള്ള ചാർജ് പോളറൈസ് ആവും. അതായത് ഇൻഡക്ഷൻ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, അത് അലൈൻ ആവുമ്പോഴത്തേക്കും നമുക്ക് ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ തന്നെയാവും. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ദാറ്റ് ക്യാൻ ബി പോളറൈസ്ഡ് ബൈ ആൻ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി എന്താണ് ഈ ഡൈഇലക്ട്രിക് മീഡിയം രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയിൽ വെക്കുന്നത് കൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇൻട്രൊഡ്യൂസിങ് a dielectric introducing a dielectric into a capacitor decreases the electric field which in turns decreases the voltage, hence increases the capacitance. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കൺസിഡർ ചെയ്യുന്നു. അപ്പം ഇത് പോസിറ്റീവ് പ്ലേറ്റ്, ഇത് നെഗറ്റീവ് പ്ലേറ്റ്. ഇപ്പം ഡൈഇലക്ട്രിക് ഒന്നും വെച്ചിട്ടില്ല. അപ്പം എല്ലായിടത്തൂടെയും ഇങ്ങനെ ലക്ഷക്കണക്കിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ
റാൻഡമായിട്ട് ഞാനൊരു ഡൈഇലക്ട്രിക് മീഡിയം ഇതിനകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ എല്ലാം ഇതുവഴി കടന്ന് ഇപ്പുറത്ത് വരത്തില്ല. വളരെ കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇപ്പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് കുറയും. അപ്പം വേണ്ട ഇതിപ്പുറത്ത് വരുന്നു, ഇതിപ്പുറത്ത് വരുന്നു, ഇതിപ്പുറത്ത് വരുന്നു, ഇത്രയേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് കുറച്ച്, അതുകൊണ്ട് അവിടെ പറഞ്ഞു ഇൻട്രൊഡ്യൂസിങ് എ ഡൈഇലക്ട്രിക് ഇൻടു എ കപ്പാസിറ്റർ ഡിക്രീസസ് ദ ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഇൻ ടേൺസ് ഡിക്രീസസ് ദ വോൾട്ടേജ്. അപ്പോൾ നമുക്കറിയാം E = V/R എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, അല്ലെങ്കിൽ V/L എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ V/D എന്ന് പറഞ്ഞത്. അതായത് E = -dV/dR നിന്നാണ് നമ്മൾ അതെല്ലാം ചെയ്തത്. അപ്പോൾ ഇവിടെ ഇയും വിയും ഡയറക്ട്ലി പ്രൊപ്പോർഷനലാണ്. ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, വോൾട്ടേജ് കുറയും, പൊട്ടൻഷ്യൽ കുറയുന്നർത്ഥം. പിന്നെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, C = QV ആണ്. അവിടെ നിന്ന് V അല്ലല്ലോ, C = Q/V എന്നല്ലേ, C = Q/V എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം നമ്മളിവിടെ ഇലക്ട്രിക് ഫീൽഡ് കുറയ്ക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ പൊട്ടൻഷ്യൽ കുറയുകയാണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് പൊട്ടൻഷ്യൽ കുറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യലും കപ്പാസിറ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് കപ്പാസിറ്റൻസ് ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഡൈഇലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കുറയും. ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു കഴിഞ്ഞാൽ E = -dV/dR വെച്ചിട്ട് ഇയും വിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് അത് കുറയുന്നു. അപ്പം നമ്മുടെ C = Q/V വെച്ചിട്ട് പൊട്ടൻഷ്യൽ കുറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കൂടുന്നു. അതാണ് ഇതാണ്ട് ഈ ഒരു കൺസെപ്റ്റിലൂടെ ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇത് വരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എന്താണ്, E = V/R. അങ്ങനെയാണെങ്കിൽ E കുറഞ്ഞു, അപ്പം V കുറഞ്ഞു എന്ന് എഴുതാം. അതേപോലെ തന്നെ C = Q/V എന്ന് എഴുതിയിട്ട് V കുറഞ്ഞപ്പോൾ C കൂടിയെന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം, മനസ്സിലാക്കാൻ വേണ്ടി. ഇനിയും ഒരു ഗുണവും കൂടെ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലേറ്റുകൾ വളരെ ക്ലോസ് ആണ്. നമുക്കറിയാലോ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഇതിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ TV-യുടെ സർക്യൂട്ടിനകത്തും ഒക്കെ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് പാരൽ പ്ലേറ്റ്. അപ്പം ഓൾറെഡി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താണ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഒരു കടലയില്ലേ, കടലയുടെ അത്രമേ കാണത്തുള്ളൂ ശരിക്കും, അതിനേക്കാളും ചെറുതാണ്. അപ്പോൾ അതിനകത്ത് 2 പാരൽ പ്ലേറ്റ് ഇരിപ്പുണ്ട്, 2 ഷീറ്റ് ഇരിപ്പുണ്ടെന്നും. അപ്പോൾ ആ ഷീറ്റ് തമ്മിൽ ഒരയാനുള്ള സാധ്യത കൂടുതലാണ് അതിനകത്ത്. അപ്പോൾ ഷീറ്റ് എറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ ഡിസ്ചാർജ് സംഭവിച്ചിട്ട് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഡൈഇലക്ട്രിക് മീഡിയം ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആയതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഇടിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും അവിടെ സ്പാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പം അതും ഇവിടെ എഴുതണം. എ കപ്പാസിറ്റർ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഒരു സാധനം കൂടെ എഴുതാറുണ്ട്, അത് എഴുതിയിട്ട് മറ്റേ എഴുതാം. എ കപ്പാസിറ്റർ വിത്ത് ഡൈഇലക്ട്രിക് stores okay, a capacitor with a dielectric stores more charge than that without it at a lower voltage. ഇനിയും നമുക്കിങ്ങനെ എഴുതാം, the presence of dielectric lowers the risk of sparking. ഇത്രയേ ഉള്ളൂ ആ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ കോമ്പിനേഷനും പിന്നെ അതിൻ്റെ എനർജിയും എഴുതിയോ കുഞ്ഞുങ്ങളെ? എഴുതിയോ? ഏഞ്ചലീന, ലോവിസ്, ഏബൽ, അഭിരാം എഴുതിയോ? ഡേബ്രിയ,
So can you show parallel plate capacitors? യെസ്, ഞാൻ ചെറുതാക്കി കാണിക്കാൻ വേണ്ട. കാണാമോ? Yes, sir. Okay, sir. ഓക്കെ, ഇനിയും നോക്കിക്കോളൂ. ഇനി നമുക്ക് ഇതിനകത്ത് 3 ഡെറിവേഷനോടാണ് പഠിക്കാനുള്ളത്. രണ്ടെണ്ണം ചെറുതാണ്. അല്ല, ഈ ഒരെണ്ണം അല്ല, 3എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 4എണ്ണം ഉണ്ട്. അതിലൊരെണ്ണം എന്താ പറയുന്നത്, 2 പാർട്ടായിട്ടാണ് പഠിപ്പിക്കുന്നത്. സെയിം കൺസെപ്റ്റ് തന്നെ രണ്ടായിട്ട് പഠിപ്പിക്കുന്നു. ബാക്കി രണ്ടെണ്ണം ഡിഫറെൻ്റ്, എനർജിയും എനർജി ഡെൻസിറ്റിയും. അപ്പം നമുക്ക് ആ പാർട്ടായിട്ടുള്ളത് പറഞ്ഞുതരാം. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. സാർ, ആ ആ ഡയലക്ട്രിക് മീഡിയത്തിന്റെ ലാസ്റ്റ് പോയി ഒന്ന് കാണിക്കാം. ആ, ഓക്കെ സാർ. ഓക്കെ സാർ. ഓക്കെ ഓക്കെ, അപ്പം നോക്കിക്കോളൂ. അടുത്തത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞ് 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ തന്നെ കപ്പാസിറ്ററിൻ്റെ കോമ്പിനേഷനാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം ഇൻ സീരീസ് ആണ്, സീരീസ് കോമ്പിനേഷൻ. അതായത് കപ്പാസിറ്ററിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക. അപ്പോൾ ഞാൻ അതിനുവേണ്ടി കപ്പാസിറ്ററിനെ ഞാൻ സെല്ല് പോലെയല്ല വരയ്ക്കുന്നത്, രണ്ടും ഒരേ നീളത്തിലുള്ള 2 ടെർമിനൽ കൺസിഡർ ചെയ്യുക. അപ്പം ഇത് ഒരു കപ്പാസിറ്റർ, ഇത് രണ്ടാമത്തെ കപ്പാസിറ്റർ, ഇത് മൂന്നാമത്തെ കപ്പാസിറ്റർ. ഓക്കെ ആണല്ലോ. ഇത് C1, ഇത് V1, ഇത് C2, ഇത് V2, ഇത് C3, ഇത് V3. അതായത് ഇത് കപ്പാസിറ്റർ 1, അതിൻ്റെ കപ്പാസിറ്റൻസ് C1, ഇത് കപ്പാസിറ്റർ 2, അതിൻ്റെ കപ്പാസിറ്റൻസ് C2, ഇത് C3. പൊട്ടൻഷ്യൽ V1, V2, V3. ഓക്കെ ആണല്ലോ. ഇത് നേരെ നമ്മൾ സെല്ലിലോട്ട് ഒരു ബാറ്ററിയുടെ സഹായത്തോടു കൂടി കൊണ്ട് കണക്ട് ചെയ്യുന്നതായിട്ട് ജസ്റ്റ് വരയ്ക്കുക. ഇത് പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, അപ്പം എപ്പോഴും ആലോചിച്ചോണം, ഇൻ സീരീസ്, അതായത് സീരീസ് കോമ്പിനേഷൻ. ഒരു സെക്കൻഡ്, ഇത് സീരീസ് കോമ്പിനേഷൻ അങ്ങ് എഴുതിക്കോ കേട്ടോ, ഹെഡിങ് ആയിട്ട്, സബ് ഹെഡിങ് ആയിട്ട് സീരീസ് കോമ്പിനേഷൻ. ഓക്കെ, ഇവിടെ എഴുതേണ്ടത് ഇൻ സീരീസ് കോമ്പിനേഷൻ, ഇൻ സീരീസ് കോമ്പിനേഷൻ, ഇൻ സീരീസ് കോമ്പിനേഷൻ, ഇൻ സീരീസ് കോമ്പിനേഷൻ ക്യൂ സെയിം ആയിരിക്കും. അതായത് ഓരോ ചാർജ് stored in each capacitor, charge stored in each capacitor is same, voltage different ആയിരിക്കും. but voltage is different, voltage is different. ഓക്കെ, അതാദ്യം മനസ്സിലായിക്കോണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ ലെറ്റ് V1, V2, V3 be the potential difference, potential അല്ലെ വോൾട്ടേജ്, potential difference across C1, C2 and C3 respectively. ഓക്കെ ആണല്ലോ. നമുക്കറിയാം we have C is equal to Q by V.
അങ്ങനെയാണെങ്കിൽ C1 ഈസ് ഈക്വൽ ടു ക്യൂ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആദ്യത്തെ കപ്പാസിറ്ററിൻ്റെ ചാർജ് ക്യൂ തന്നെയാണ്, പൊട്ടൻഷ്യൽ V1 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ C2 ഈസ് ഈക്വൽ ടു ക്യൂ ബൈ V2, മൂന്നാമത്തേത് C3 ഈസ് ഈക്വൽ ടു ക്യൂ ബൈ V3. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് നമുക്ക് ഇതിൽ നിന്ന്, ഈ കപ്പാസിറ്റൻസ് അല്ല, ഇതിൽ നിന്ന് നമുക്ക് ഇതിനെ ഞാൻ താഴോട്ട് ഇറക്കി എഴുതാമേ, നോക്കിയോ, ഇതിൽ നിന്ന് V1 ഈസ് ഈക്വൽ ടു നമുക്ക് ക്യൂ ബൈ C1 എന്നും, ഇതിൽ നിന്ന് V2 ഈസ് ഈക്വൽ ടു ക്യൂ ബൈ C2 എന്നും, ഇതിൽ നിന്ന് V3 ഈസ് ഈക്വൽ ടു ക്യൂ ബൈ C3 എന്ന് എഴുതാം. ഇവിടെ V ഈസ് ഈക്വൽ ടു ക്യൂ ബൈ C എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് എഴുതാം. V നമുക്കറിയാം ക്യൂ ബൈ C എന്നാണ് എടുത്തത്. V1 ക്യൂ ബൈ C1, V2 ക്യൂ ബൈ C2, V3 ക്യൂ ബൈ C3. അങ്ങനെയാണെങ്കിൽ ക്യൂ ബൈ C ഈസ് ഈക്വൽ ടു ക്യൂ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. ഇവിടെ ക്യൂ കട്ടായിപ്പോയി. 1 ബൈ C ഈസ് ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. ഇത് സീരീസ് കോമ്പിനേഷൻ. നമ്മൾ റെസിസ്റ്റർ ഇൻ പാരലൽ ചെയ്തപ്പോഴാണ് നമ്മൾ 1 ബൈ ആയിട്ട് എഴുതിയതെങ്കിൽ ഇവിടെ കപ്പാസിറ്റൻസ് ഇൻ സീരീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 ബൈ ആയിട്ട് എഴുതേണ്ടതായിട്ട് വരുന്നത്. അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. അപ്പം ഇവിടെ ഇൻ സീരീസ് കണക്ഷൻ നമുക്കിങ്ങനെ എഴുതാം, ഇൻ സീരീസ് കോമ്പിനേഷൻ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്, അതായത് ഈ സി ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് റെസിപ്രോക്കലൊക്കെ എടുത്ത് കണ്ടുപിടിക്കണം. ഇൻ സീരീസ് കോമ്പിനേഷൻ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ലോവർ ദാൻ individual capacitor, individual capacitance. ചെറുതാക്കി തരാം, എഴുതിക്കോളൂ. ഇനി നമ്മൾ രണ്ട് കപ്പാസിറ്റൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മൾ റെസിസ്റ്റൻസ് ഒക്കെ എടുക്കുന്ന പോലെ തന്നെ നമ്മൾ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് 1-നേക്കാട്ടിലും ചെറുതായിരിക്കുമല്ലോ. ചെറിയ നമ്പർ ബൈ വലിയ നമ്പർ 1-നേക്കാട്ടിലും ചെറുതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സീരീസ് കോമ്പിനേഷനിൽ ഇപ്പം C1-നേക്കാട്ടിലും C2-നേക്കാട്ടിലും C3-നേക്കാട്ടിലും ചെറുതായിരിക്കും നമുക്ക് ഈ കണ്ടുപിടിക്കേണ്ട C. അപ്പം C1 ഗ്രേറ്റർ ദാൻ C ആയിരിക്കും, C2 ഗ്രേറ്റർ ദാൻ C ആയിരിക്കും, C3 ഗ്രേറ്റർ ദാൻ C ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കണം. അതാണ് ഈ ലാസ്റ്റ് സെൻറ്റൻസിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എഴുതിയെങ്കിൽ നമുക്കടുത്തത് കപ്പാസിറ്റൻസ് ഇൻ പാരലൽ കോമ്പിനേഷൻ പറഞ്ഞുതരാം. നോക്കിക്കോളൂ, കപ്പാസിറ്റൻസ് ഇൻ പാരലൽ കോമ്പിനേഷൻ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ഇപ്പോൾ രണ്ടാമത്തേത് പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ വീണ്ടും നമ്മൾ പാരലായിട്ട് 3 കപ്പാസിറ്റർ തന്നെ ഇങ്ങനെ വരയ്ക്കുക. 3ഓ 2ഓ വരച്ചാൽ മതി കേട്ടോ. 3 കപ്പാസിറ്റർ ഞാൻ തൽക്കാലം വരയ്ക്കുകയാണ്. ഇത് നേരെ ഒരു സെല്ലിന് ഒരു ടെർമിനൽ വലുതും ഒരു ടെർമിനൽ ചെറുതുമാണ്. ഇതൊരു കീയുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ചെയ്തു. ഓക്കെ, ഇത് C1 ആയിട്ട് എടുത്തു, ഇത് C2 ആയിട്ട് എടുത്തു, ഇത് C3 ആയിട്ട് എടുത്തു. എപ്പോഴും ആലോചിച്ചോണം, ഈ പാരലൽ കോമ്പിനേഷനകത്ത് സ്റ്റോർ ചെയ്യുന്ന ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും. ക്യൂ ഡിഫറൻറ്റും V സെയിമും ആയിരിക്കും. നമുക്കറിയാമല്ലോ, പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ പൊട്ടൻഷ്യൽ എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ ഇതുവഴി പോകുന്ന Vയും V ആണ്, ഇതും V ആണ്, ഇതും V ആണ്.
പക്ഷേ ഇത് Q1 ആണ്, ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് Q2 എമൗണ്ട് ഓഫ് ചാർജ്, ഇവിടെ Q3 എമൗണ്ട് ഓഫ് ചാർജ് ആണ്. ഓക്കെ, അപ്പോൾ അത് ആദ്യം എഴുതേണ്ടത് ഇൻ പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ Q is different, V is same എന്നങ്ങ് എഴുതിയാൽ മതി. V is same. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ലെറ്റ് എന്താണ് Q1, Q2 ആൻഡ് Q3 be the charge stored in C1, C2 ആൻഡ് C3 റെസ്പെക്റ്റീവ്ലി എന്നങ്ങ് എഴുതാം. ഇനി നമുക്കറിയാം എന്താണ് Q ഈസ് ഈക്വൽ ടു സി വി. നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു സി വി ആണ്. വി ഹാവ് Q ഈസ് ഈക്വൽ ടു സി വി ആണ്. Q1 ഈസ് ഈക്വൽ ടു C1 വി ആണ്. Q2 ഈസ് ഈക്വൽ ടു C2 വി ആണ്. Q3 ഈസ് ഈക്വൽ ടു C3 വി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ ചാർജ് സ്റ്റോർഡ് എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് Q ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം Q1 പ്ലസ് Q2 പ്ലസ് Q3 എന്ന് എഴുതാം. അവിടെ നിന്ന് നമുക്ക് എന്താ ഇങ്ങനെ ആക്കാം. Qന് നമ്മൾ സി വിന്ന് എടുത്തായിരുന്നു, Q1ന് C1 വി എന്ന് എടുത്തു, Q2ന് C2 വി എന്ന് എടുത്തു, Q3ന് C3 വി എന്ന് എടുത്തു. അപ്പോൾ സി വി ഈസ് ഈക്വൽ ടു വി കോമൺ എടുത്തു കഴിഞ്ഞാൽ C1 പ്ലസ് C2 പ്ലസ് C3 ആണ്. വി കട്ട് ചെയ്ത് പോയി, സി ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. ഇതാണ് കപ്പാസിറ്റൻസ് ഇൻ സീരീസിൻ്റെ പാരലൽ കോമ്പിനേഷൻ്റെ ഇക്വേഷൻ. മറ്റേ റെസിസ്റ്റൻസ് ഇൻ സീരീസിന് വരുന്ന പോലെയാണ് കപ്പാസിറ്റൻസ് ഇൻ പാരലിന് വരുന്നത്. അത് ഓർത്തോണം, തെറ്റിക്കരുത്. ചെറുതാക്കാം. ന്യൂമറിക്കലൊക്കെ അവസാനം ചെയ്യിപ്പിക്കുക. ഇതിൻ്റെ അകത്ത് ഒത്തിരി ന്യൂമറിക്കൽ വരും. എഴുതിയോ? ഡെബ്രിയയ്ക്ക് മനസ്സിലായോ? Yes, sir. ഏഞ്ചലീന എഴുതിയോ? മനസ്സിലായോ? Yes, sir. ഏബൽ എങ്ങനെയുണ്ട്? ഏബൽ? Yes, sir. അഭിരാം, ലോവിസ്? സർ. ലോവിസ്? Okay, sir. ഓക്കെ. അപ്പോൾ എഴുതിയെങ്കിൽ നമുക്ക് Okay, sir. ഓക്കെ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഡെറിവേഷനാണ് നമ്മൾ ഇനി അടുത്തത് ചെയ്യാനായിട്ട് പോകുന്നത്. അത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ആണ്. പിന്നെ എനർജി ഡെൻസിറ്റിയും കൂടെ ഉള്ളൂ. പിന്നെ ഒരു ചെറിയൊരു ടോപ്പിക് ഉണ്ട്, അത് ഡൈലക്ട്രിക് ആൻഡ് പോളറൈസേഷൻ. അത് ഞാൻ അടുത്ത ദിവസം ഈ ന്യൂമറിക്കൽസ് ഇത് ചെയ്യിപ്പിക്കണമെന്നുണ്ട്. അപ്പോൾ ആ ദിവസം ഞാനൊരു അതിൻ്റെ കുറച്ച് കാര്യം ന്യൂമറിക്കലും കൂടെ ബന്ധിപ്പിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ തരാം. അപ്പം ഞാൻ ഇനി ഈ 2 ഡെറിവേഷൻ കൂടെ പഠിപ്പിച്ച് കഴിഞ്ഞ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നമുക്കൊരു ഒരു അരമണിക്കൂറത്തെ ക്ലാസ് കൂടെ വേണ്ടി വരുമായിരിക്കും ആ ഡൈലക്ട്രിക് ആൻഡ് പോളറൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ അത് വലിയ ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്ക് അല്ലായിരുന്നു. എന്നാലും ഈ ലാസ്റ്റ് 2 വർഷം അതിൽ നിന്നൊക്കെ 1-2 ചെറിയ എനിക്ക് 2 മാർക്ക് 1 മാർക്കൊക്കെ ചോദ്യം ഞാൻ കാണാനിടയായി. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം. അതാ ന്യൂമറിക്കലുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം, കുഴപ്പമില്ല. അപ്പം നോക്കിക്കോളൂ. അപ്പം നമുക്ക് ഇനിയും പഠിക്കാനുള്ളത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ആണ്. എനർജി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഡെറിവേഷനാണ്. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റർ വരയ്ക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒരു കപ്പാസിറ്റർ വരച്ചാൽ മതി. ഇത് നെഗറ്റീവ് പ്ലേറ്റ്, ഒരെണ്ണം പോസിറ്റീവ് പ്ലേറ്റ്. ബാറ്ററിയാണ്. നമ്മൾ ഇത് സർക്യൂട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇത്രയും വരച്ചാൽ മതി.
ഇനി നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതാം. ഇവിടെ നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി. ഇവിടെ നിന്നാണ് നമ്മുടെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം വേറെ ഓൾസോ വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ ആണെന്നും അവിടെ നിന്ന് ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ ആണെന്നും നമുക്കറിയാം. ഫോർ സ്മോൾ വർക്ക്, ഫോർ ചെറിയ വർക്കാണെങ്കിൽ, ഫോർ സ്മോൾ വർക്ക് ആണെങ്കിൽ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി ക്യൂ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുന്നു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഞാൻ ഈ 1നെ കൊണ്ട് 2വിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. 2ൽ വി ഉണ്ട്, 1ൽ വി ഉണ്ട്. വിയുടെ വാല്യൂ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 ഇൻ 2 അങ്ങനെയാണെങ്കിൽ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി. ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി ഇൻറ്റു എന്താണ് ഡി ക്യൂ. അപ്പം ഇവിടെ നമുക്ക് ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു 1/c ക്യൂ ഡി ക്യൂ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പം ഇതിപ്പം വളരെ സ്മോൾ വർക്കാണ്. എനിക്ക് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ചാർജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. രണ്ടാമത്തെ ചാർജിനെ സ്റ്റോർ ചെയ്യാൻ ഒന്നാമത്തെ ചാർജിൻ്റെ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്തിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്തിട്ട് വേണം അവിടെ സ്റ്റോർ ചെയ്യാൻ. അപ്പം നമ്മൾ ടോട്ടൽ വർക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ശരിക്കും എനർജി സ്റ്റോർഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എനർജി സ്റ്റോർഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? വർക്ക് എനർജി തിയറം വെച്ചിട്ട് എനർജി തന്നെയാണ് വർക്ക് ഡൺ തന്നെയാണ് എനർജി. അപ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എനർജി ആയിട്ട് മാറും എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിച്ചാൽ മതി. ടു ഫൈൻഡ് ടോട്ടൽ വർക്ക് ഡൺ, ടു ഫൈൻഡ് ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം ഇൻ്റഗ്രൽ എവിടം തൊട്ടാ? 0 ചാർജ് ആവുന്നിടം തൊട്ട് കംപ്ലീറ്റ് ചാർജ് ആവുന്നിടം വരെ. അപ്പോൾ കംപ്ലീറ്റ് ചാർജ് ആവുന്നതിന് ഞാൻ ജസ്റ്റ് ക്യാപിറ്റൽ ക്യൂ എന്ന് കൊടുക്കുകയാണ്. ഡി ഡബ്ല്യു സ്മോൾ ക്യൂ എന്ന് കൊടുത്താലും തെറ്റൊന്നുമില്ല. 1/c ഇൻ്റഗ്രൽ 0 ടു ക്യൂ 1/c ഇൻറ്റു ക്യൂ ഡി ക്യൂ എന്ന് വരുന്നു. 1/c കോൺസ്റ്റൻ്റ് ആണ്. ഇത് ഡബ്ല്യു ടോട്ടൽ ആകും. 1/c കോൺസ്റ്റൻറ്റ് പുറത്തിറക്കി ബാക്കി ഇൻ്റഗ്രൽ 0 ടു ക്യൂ ഡി ക്യൂ എന്ന് വരുന്നു. നമുക്കറിയാം എക്സ് ഡി എക്സ് എന്ന് പറയുമ്പം x²/2 ആണ് ഇൻ്റഗ്രൽ. അപ്പോൾ ഡബ്ല്യു ടോട്ടൽ ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റു q²/2 എന്ന് വരുന്നു. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് ക്യൂ. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്ന ടേമിലോട്ട് എഴുതണം. അപ്പോൾ 1/c ഇൻറ്റു ക്യാപിറ്റൽ q²/2 മൈനസ് 0²/2 എന്നാക്കുന്നു. 0²/2 അങ്ങ് പോയി. അപ്പോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റു q²/2 ആയി. ഡബ്ല്യു തന്നെയാണ് നമ്മുടെ എനർജി യു ആണ്. യു ഈസ് ഈക്വൽ ടു ഹാഫ് q²/c എന്നാക്കി. ഇത് ഒരു എനർജിയുടെ ഇക്വേഷൻ. ഇനി നമുക്ക് ഈ ക്യൂവിനും സിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻ കൂടെ കിട്ടും. നമുക്കറിയാം വി ഹാവ് ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/2 ഇൻറ്റു ക്യൂവിന് പകരം CV² ഡിവൈഡ് ബൈ സി എന്ന് കിട്ടുന്നു. അതിനെ നമുക്ക് യു ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു C²V²/c. ഇത് കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരുന്നു? യു ഈസ് ഈക്വൽ ടു ഹാഫ് CV² എന്ന് വരുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ സിക്ക് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. സി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? സി ഈസ് ഈക്വൽ ടു Q/V എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ഇവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? CV²-നകത്ത് കൊടുത്താൽ Q²/2c. ഓക്കെ, അപ്പം അത് ഞാൻ വേണ്ട ഈ ഇക്വേഷനകത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും നോക്കിയോ. അപ്പം യു ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു Q² ഡിവൈഡ് ബൈ സിക്ക് പകരം Q/V എന്ന് കൊടുക്കുകയാണ്. ഒരു ക്യൂവും കട്ട് ചെയ്ത് കളഞ്ഞു. വി മോളിൽ പോകുമ്പം യു ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു QV എന്നാവും. 1/2 ഇൻറ്റു QV എന്നാവും. ഇത് യുവിൻ്റെ മൂന്നാമത്തെ ഇക്വേഷൻ. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ, ഇത് മൂന്നാമത്തെ ഇക്വേഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം യു ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു Q²/c, മറ്റേത് 1/2 ഇൻറ്റു CV², ഇനി 1/2 ഇൻറ്റു QV. So could you scroll up? ഓക്കെ ആണോ? A little bit more to the top. കാണാമോ? ഞാൻ ചെറുതാക്കാം. Yes. ഓക്കെ ആണോ? Yes, sir.
Yes, sir, done. ഓക്കെ. എല്ലാവരും ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? എഴുതിയോ? ഏഞ്ചലീന എഴുതിയായിരുന്നോ? ഏഞ്ചലീന എഴുതി സർ. മനസ്സിലായോ? സർ യു ഇസിക്കൽ ടു ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി കിട്ടിയ ആ പാട്ട് മാത്രം ഒന്നുകൂടി പറയൂ. ആ, ക്യൂ സ്ക്വയർ ബൈ സി, ഹാഫ് ക്യൂ സ്ക്വയർ. അത് ഡബ്ല്യു ടോട്ടൽ ഈസിക്കൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ക്യൂവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ? ക്യൂ സ്ക്വയർ ബൈ 2 അല്ലേ? പറഞ്ഞേ ആ അപ്പം ഈ ക്യൂ സ്ക്വയർ ബൈ 2 ഇൻ്റഗ്രേറ്റ്, ഇനി നമ്മൾ ലിമിറ്റ് കൊടുത്തു. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് ക്യൂ ആണ്, ക്യാപിറ്റൽ ക്യൂ ആണ്, ക്യൂ സ്ക്വയർ ബൈ 2. ലോവർ ലിമിറ്റ് 0 ആണ്, 0 സ്ക്വയർ ബൈ 2. അപ്പം നമുക്ക് ഡബ്ല്യു ഈസിക്കൽ ടു 1/c ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ 2 എന്നായി. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യത്തില്ലോ. 1/c ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ 2 എന്ന് വേണമെങ്കിലും കൺസിഡർ ചെയ്യാൻ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ 2നെ ഞാൻ ഇപ്പുറത്താക്കിയിട്ട് സീനെ അപ്പുറത്ത് കിട്ടി. ഇപ്പം നോക്കിയേ, ഇപ്പോൾ 1/2 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്താണ്, ഇപ്പോൾ 1/2 ഇൻറ്റു എന്താ, 1/2 ഇൻറ്റു 2/4 എന്നാക്കുകയാണ്. അപ്പോൾ അതിനെ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ആക്കത്തില്ലേ, 2/2 ഇൻറ്റു 1 അല്ലെങ്കിൽ 2/2 ഇൻറ്റു 1/4 എന്നാക്കിയാലും സെയിം ആൻസർ തന്നെയല്ലേ കിട്ടുക? സർ മനസ്സിലായില്ല. അല്ല, അപ്പോൾ എന്താ അവിടെ പ്രശ്നം? എന്താ പ്രശ്നം? എനിക്ക് ആ ലാസ്റ്റ് വന്ന് ഡബ്ല്യു ഇസിക്കൽ ടു ഹാഫ് അല്ല 1/c ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ 2 അത് എങ്ങനെ? അതാ ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പം 1/2 ഇൻറ്റു 3/5 എന്ന് വന്നു. ആൻസർ എത്ര? 3/10 ആണോ? ഇനി എനിക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ഈ 5നെ ഇങ്ങോട്ട് ഇട്ടിട്ട് 2നെ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 1/5 ഇൻറ്റു 3/2 എന്നാക്കി. അപ്പോഴും എന്ത് തന്നെ ആൻസർ? ടൂവിനെ ഞാൻ ഇവിടെ എഴുതി, സീനെ ഞാൻ ഇങ്ങോട്ട് എഴുതിയെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ മാജിക് ഒന്നും ഇല്ല അതിനകത്ത്. മനസ്സിലായോ? ഓക്കെ, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല അതിനകത്ത്. പിന്നെ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, സിക്കും ക്യൂവിനും സിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു ടോപ്പിക് കൂടെ ഉള്ളൂ, എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ടോട്ടൽ എനർജിയാണ്. എന്നാൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയാണ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് എ കപ്പാസിറ്റർ എന്നും കൂടെ എഴുതിയേരെ. അങ്ങനെയാണെങ്കിൽ ആ എനർജി ഡെൻസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ യു ആണ്. എനർജി ക്യാപിറ്റൽ ലെറ്റർ യുവും ഇത് സ്മോൾ ലെറ്റർ യു ആണ്. അപ്പോൾ സ്മോൾ ലെറ്റർ യു ഈസ് ഈക്വൽ ടു എനർജി പെർ ക്യാപിറ്റൽ ലെറ്റർ യു ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ? അതായത് എന്താണെന്ന് ചോദിച്ചാൽ എനർജി ബൈ വോളിയമാണ്. ഓക്കെ, ഇവിടെ ഇന്ന് വീണ്ടും ഇതിൻ്റെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. യു ഈസ് ഈക്വൽ ടു യു ഡിവൈഡ് ബൈ വോളിയത്തിനെ നമുക്ക് എന്തെന്നെടുക്കാം? ഏരിയ ഇൻറ്റു എന്തെന്നെടുക്കാം? ഹൈറ്റ് എന്നെടുക്കാം ഇല്ലേ? ഏരിയ ഇൻറ്റു ഹൈറ്റ്, അത് വേണമെങ്കിൽ അങ്ങനെ തന്നെ എഴുതി പോവാം. ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നെടുക്കാം. എനർജിയെ ഞാൻ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്താൽ മതി. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഹാഫ് CV² ആണ് ഡിവൈഡഡ് ബൈ എ ഇൻറ്റു, ഇവിടെ ഹൈറ്റ് അല്ല, രണ്ട് പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്കത്തെ ഡിസ്റ്റൻസ് ഡി എന്നാണ് എടുത്തത്. അപ്പോൾ എ ഇൻറ്റു ഡി. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ യു ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഹാഫ് ഇൻറ്റു, നമുക്കറിയാം പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ഫസ്റ്റ് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച് മൂന്ന് ഡെറിവേഷനകത്ത് ഒരു ഡെറിവേഷനായിരുന്നു സി എയർ എന്ന് പറഞ്ഞാൽ ε0 ഡിവൈഡ് ബൈ ഡി. അപ്പോൾ ഈ സിക്ക് പകരം ഞാൻ ε0 എ ഡിവൈഡഡ് ബൈ ഡി എന്ന് കൊടുക്കുകയാണ്, ഇൻറ്റു V² ഹോൾ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡി. ഓക്കെ ആണല്ലോ? ഇപ്പം ഞാൻ ഈ എ ഇതിൻ്റെ കൂടെ പോവും, ഡിയും അതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ കൂടെ പോവും. അപ്പോൾ ഇങ്ങനെ എഴുതാം, 1/2 ഇൻറ്റു ε0 എ V² ഡിവൈഡഡ് ബൈ എ D² എന്ന് വരും. കാരണം ഈ ഡി ഇതിൻ്റെ കൂടെ അങ്ങ് പോകുമ്പോൾ D² ആവും. ഇനിയും നമുക്ക് ഈ എയും കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും, യു ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ε0 V² ഡിവൈഡഡ് ബൈ എന്താണ്? D² എന്ന് വരും. ഓക്കെ,
നമ്മൾ പഠിച്ചൊരു ഇക്വേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഇ ഈസ് ഈക്വൽ ടു എന്താ നെഗറ്റീവ് ഡി വി ബൈ ഡി ആർ. ഇതിനെ ഞാൻ പറഞ്ഞായിരുന്നു ഇ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്നോ ഇ ഈസ് ഈക്വൽ ടു വി ബൈ എൽ എന്നോ ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി എന്നോ എഴുതാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാനിവിടെ ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി എന്ന് പറഞ്ഞെടുക്കുകയാണ്. അപ്പം അത് എഴുതേണ്ടത് തന്നെ ഇങ്ങനെയാണ്. നമുക്കറിയാം വി ഹാവ് ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി. അവിടെ നിന്ന് വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എന്ന് എഴുതാം. അതിനെ നമുക്ക് നേരെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യു ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എപ്സിലോൺ 0 ഇൻറ്റു ഇ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്നാവും. ഒരു ഡിയും ഒരു താഴത്തെ ഒരു ഡിയും എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്ത് കളയുന്നു. അങ്ങനെയാണെങ്കിൽ യു ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 2 ഡി ഉണ്ട്, ഒരു സെക്കൻഡ് മുകളിലും ഡി ഒരു സെക്കൻഡ് ഇത് ഇ സ്ക്വയർ ഡി സ്ക്വയർ എന്നാകത്തില്ല, ഇത് ശരിക്കും മുകളിൽ വി സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് തെറ്റിപ്പോയി, ഒന്ന് തെറ്റിപ്പോയി. നോക്കിക്കോളൂ, യു ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എപ്സിലോൺ 0 ഇൻറ്റു വി സ്ക്വയർ. നമ്മൾ വിനെ ഇ ഡി എന്നാണ് എടുത്തത്. അപ്പോൾ വി സ്ക്വയർ വരുമ്പം ഇ സ്ക്വയർ ഡി സ്ക്വയർ എന്ന് വരും. ഡിവൈഡ് ബൈ താഴെ ഓൾറെഡി ഒരു ഡി സ്ക്വയർ കിടപ്പുണ്ട്. ഡി സ്ക്വയർ കട്ട് ചെയ്ത് പോകുമ്പം ബാക്കി യു ഈസ് ഈക്വൽ ടു 1/2 എപ്സിലോൺ 0 ഇ സ്ക്വയർ. ഇതായിരിക്കും എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. ഒത്തിരി ന്യൂമറിക്കലിനകത്ത് ഈ ഇക്വേഷൻ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓർത്ത് വെക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ചെറുതാക്കാം. ഇത്രയുള്ള ചാപ്റ്റർ തീർന്നു. ഇനി ഡൈലക്ട്രിക് ആൻഡ് പോളറൈസേഷൻ എന്ന് പറഞ്ഞ ചെറിയൊരു ടോപ്പിക് ഉണ്ട്, നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അത് ആ ന്യൂമറിക്കലിൻ്റെ കൂടെ ഞാൻ ന്യൂമറിക്കലല്ല, നമ്മുടെ അതിൻ്റെ ചോദ്യം ചോദിക്കുന്നത് അതിൻ്റെ കൂടെ അത് പറഞ്ഞു തരാം. അതാകുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ അതിൻ്റെ എഴുതാനുള്ളത് ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിലോട്ട് ഇട്ടേക്കാമേ. അതൊന്ന് എടുത്തേക്കണം. എന്നിട്ട് നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ ഞാനിപ്പോൾ തന്നെ അതൊന്ന് ഗ്രൂപ്പിലോട്ട് എഴുതിയിടാം. ഇത് കഴിഞ്ഞിട്ട് എഴുതാനുള്ളതാണേ. ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അത് ഇത്രയും കാര്യങ്ങളൊന്നും വലിയായിട്ട് പറയാനൊന്നുമില്ല. ഞാനൊരു 4 പേജ് അയച്ചിട്ടുണ്ട്. ജസ്റ്റ് അത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. വലിയ കാര്യമൊന്നുമില്ല. ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് പറയാനുള്ളതേ ഉള്ളൂ കേട്ടോ. അതാ ഞാൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ കൂടെ പറഞ്ഞു തരാം അത്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ നിർത്താമേ. എന്തെങ്കിലും ഡൗട്ട്